അപ്പൊ നമുക്ക് മിഥില ബാലൻ നിൽക്കുന്നു. കോഴിക്കോട്ടേക്ക് വരാൻ പറഞ്ഞു. മാനാഞ്ചിറ മൈതാനത്ത് അല്ലേ മിഥിലയുണ്ട്. മിഥില, കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം എങ്ങനെ ഇരിക്കുന്നു? ഫുൾ വൈബാണ് അവിടെ. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് ആഘോഷമായാലും എന്തായാലും ഞങ്ങൾ വൈബ് ആക്കുന്നവരാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ മാനാഞ്ചിറ മൈതാനത്ത് കൂടിയ ആൾക്കൂട്ടമാണിത്. മാത്രമല്ല എനിക്കൊപ്പം എങ്ങനെയാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാമോ? ഹാപ്പി ന്യൂ ഇയർ. എസ്കേൻ, ഇവിടെ ഒരു കൂട്ടം യുവാക്കളുണ്ട്. ഇവരിവിടെ പാട്ട് പാടി എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരൊരു പാട്ട് കേൾക്കാം. തുടങ്ങല്ലേ നമ്മള് ഒരു നല്ലൊരു അടിച്ചുപൊളി പാട്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ നമ്മളുടെ നിഖിലിന്റെ സുഹൃത്തുക്കളാണ്. എസ്കേൻ, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ എവിടെയുള്ള ആളുകളാ? കോഴിക്കോട് തന്നെയാണോ? തുടങ്ങിയാൽ നമുക്കൊരു പാട്ട് തുടങ്ങിക്കോ. എസ്കേൻ, ഇവരാണ് ഇന്ന് മാനാഞ്ചിറയെ ഏറ്റവും കൂടുതൽ വൈബാക്കുന്നത്. ഈ യുവാക്കളാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഓ, നിഖിലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണോ? എന്നാ തുടങ്ങിക്കോ. നിഖിലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് പാട്ട്. ആ യെസ്, തുടങ്ങും. നടുവിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പം മാനാഞ്ചിറയെ വൈബാക്കുന്നവർ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ഇപ്പോൾ ഒഴുകിയെത്തുന്ന ഈ യുവാക്കൾ തന്നെയാണ് മാനാഞ്ചിറയെ ഏറ്റവും കൂടുതൽ വൈബാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് മാനാഞ്ചിറയിൽ തന്നെയാണ്. നമുക്കിതാ ഇവരുടെ പാട്ടിലേക്ക് പോകാം. പാണ്ടനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കണ്ടിവനൊരു പുലിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.